ഹായ് ഡിയേഴ്സ്, ഇന്ന് രാവിലെ നല്ല ചൂട് ഇഡ്ഡലിയും ചൂട് സാമ്പാറാണ് കേട്ടോ. ഇഡ്ഡലി സാമ്പാർ ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ദേ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇഡ്ഡലി മാവ് പൊങ്ങിയോ എന്ന് നോക്കിയിട്ടാട്ടോ രാവിലെ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നല്ലോണം പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ സമയമായിട്ടില്ല, കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് ചൂടിഡ്ഡലി ചൂടാന്ന് വെച്ചിട്ട് വെച്ചു. അപ്പോൾ വീണ്ടും പൊങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ദേ ഇടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മയം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. കണ്ടോ, നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. പിന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടോ ഒരു ബൗളിൽ. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മാവ് ഒഴിച്ച് നമുക്ക് നല്ല സുട ഇഡ്ഡലി ചൂടാം. അപ്പോൾ അതേ മാവ് ഒഴിക്കുകയാണ് കണ്ടോ. മാവ് ഒഴിച്ച് നമുക്ക് ചൂടോടെ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രം ഇനി അതവിടെ നിന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ചൂട് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി അടിവശത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തട്ടിൻ്റെ അടിവശത്ത് പച്ചവെള്ളം ഒഴിച്ച് പെട്ടെന്ന് പോരും കണ്ടോ. നല്ല മയം കണ്ടോ, നല്ല ഒരു സോഫ്റ്റ്നെസ് കണ്ടോ. ഇനി നമുക്ക് ഇഡ്ഡലി മാവ് ഇഡ്ഡലി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇഡ്ഡലിയുടെ മയം കാണിച്ചു തരാം. ഓക്കെ, നല്ല സോഫ്റ്റാണ് കണ്ടോ കണ്ടോ. അപ്പോൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. സാമ്പാർ ഞാൻ രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം രാവിലെ നമുക്കിടയിൽ ടൈം ഉണ്ടാകാത്തതാണ്. അപ്പോൾ സാമ്പാർ എടുത്ത് കുറച്ച് ചൂടാക്കിയിട്ടോ കണ്ടോ. നല്ല കിടുക്കാച്ച സാമ്പാറാണ്. അപ്പോൾ ഇഡ്ഡലി സാമ്പാറാണ് അത് ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂട് സാമ്പാർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പരിപ്പ് ഇച്ചിരി കൂടെ വേഗണമായിരുന്നു കേട്ടോ. താങ്ക് യു ഡിയേഴ്സ്, ബൈ.